ഗോൾഡൻ പ്രോപ്പർട്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പള്ളിക്കരയ്ക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും 200 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 5.400 സെന്റിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. വീട് കാണുന്ന പോലെ നല്ലൊരു കണ്ടംപററി സ്റ്റൈലിലാണ് എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും ഗ്ലാസ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററും തൃപ്പൂണിത്തുറയിലേക്ക് 12 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ മുന്നിലായി നമുക്ക് കാണാം 4 മീറ്ററോളം വീതി വരുന്ന റോഡ് കാണാൻ കഴിയും. മനോഹരമായ വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീടും നിൽക്കുന്നത്. ചുറ്റുമതിലെല്ലാം നല്ല ഭംഗിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ടെക്സ്ചർ വർക്കുകളും ഓപ്പൺ വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഗ്രിൽ വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന 17 അടിയോളം നീളം വരുന്ന ഇരുമ്പിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഗേറ്റ് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഗേറ്റ് തുറന്ന് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി വരുന്നത് കവേഡോടുകൂടി വരുന്ന ഒരു കാർപോർച്ച് ഏരിയയിലേക്കാണ്. 2 വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു മുറ്റം ഫ്രണ്ടിലായി ലഭിക്കുന്നുണ്ട്. ഇന്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ എലിവേഷനിൽ കാണുന്ന രീതിയിൽ നല്ല മനോഹരമായ ടെക്സ്ചർ വർക്കുകളും ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്താണ് ഫ്രണ്ട് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ലഭ്യമാവുക. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനവും നമുക്ക് കാണാം. വേണമെങ്കിൽ പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് തിരിച്ചു വരാം. ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ടാണ്. സീറ്റ് ഔട്ടിൻ്റെ നേരെ കാണുന്ന ഭിത്തിയിൽ ഒരു ഇഷ്ടികയുടെ രീതിയിൽ വരുന്ന ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. ഡോർ തുറന്ന് നേരെ കയറി ചെല്ലുന്ന വിശാലമായ ഒരു ലിവിംഗ് ഹോളിലേക്കാണ്. നല്ലൊരു കോർണർ സെറ്റിട്ട് ഇരിക്കാവുന്ന ഒരു ലിവിംഗ് ഹോൾ ഇവിടെ ലഭ്യമാണ്. ഡബിൾ ഹൈറ്റോട് കൂടി വരുന്ന ലിവിംഗ് ഹോൾ തന്നെയാണ്. അവിടെ ഒരു നല്ലൊരു ഷാൻഡിയർ ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. 5 അടി 2.5 അടി വീതി വരുന്ന വലിപ്പമുള്ള ടൈലുകൾ തന്നെയാണ്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള TV യൂണിറ്റ് കാണാം. ആ ഭിത്തിയിലും ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ലൊരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന TV യൂണിറ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്നും ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. നേരെ കാണുന്ന ഈ ഒരു ഭാഗത്തു കൂടിയാണ് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കേണ്ടത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ ഏരിയ നമുക്കിവിടെ കാണാൻ കഴിയും. 2 വലിയ ടേബിൾ ഇടാവുന്ന രീതിയിലുള്ള സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭ്യമാണ്. ഏതൊരു വീടിൻ്റെയും ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന 2 ഏരിയയാണ് ലിവിംഗ് ഹാളും ഡൈനിങ് ഹാളും. അത് രണ്ടും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നിർമ്മാണം. ഈ ഒരു ഭാഗത്തായി വാഷ് കൗണ്ടർ കാണാം. നല്ലൊരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന വാഷ് കൗണ്ടർ ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായി തന്നെയാണ് അതിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെയെല്ലാം ബബിൾസ് എല്ലാം ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. നല്ല രീതിയിൽ ക്രോക്കറി ഷെൽഫുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും നമുക്ക് കാണാം. ഇവിടെ ഒരു ക്ലോക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ആൻറ്റിക് ക്ലോക്ക് തന്നെയാണ്. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് കിച്ചൻ്റെ നിർമ്മാണം. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. അവിടെയായി ഒരു ചിമ്മിനിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു സെക്കൻഡറി കിച്ചണും ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഫുൾ കവേർഡോട് കൂടി വരുന്ന കിച്ചൺ തന്നെയാണ്. ഇനി വീടിന്റെ ബെഡ്റൂമുകളിലേക്കാണ് പോവേണ്ടത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂം ഏകദേശം 140 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന ബെഡ്റൂമാണ്. കബോർഡ് വർക്ക് കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഭിത്തിയിലും വലിപ്പമാർന്ന വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാ വിൻഡോയും പാനലിംഗ് എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു കോർണറിലായി കബോർഡ് വർക്കും കാണാം. കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്താണ് ഈ ഒരു ബാത്റൂം നിർമ്മാണം. ഗ്ലാസ് പാർട്ടീഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. സെറ ബ്രാൻഡാണ് ഇവിടെ ബാത്റൂം ഫിറ്റിംഗ്സിനും സാനിറ്ററീസിനുമായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ചെല്ലാം. ഈ ഒരു ഭാഗത്തായാണ് 2ാമത്തെ ബെഡ്റൂം വരിക. ഇത് ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്.
നല്ല ക്വാളിറ്റിയുള്ള മൈക്കെല്ലാം ഒട്ടിച്ച് തന്നെയാണ് ഇന്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതും ഗ്ലാസ് പാർട്ടീഷനോട് കൂടി വരുന്ന ബാത്റൂം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ 2 ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലെ നിലയിലേക്കാണ് പോവേണ്ടത്. സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് വരാം. സ്റ്റെയർ കേസ് നിർമ്മിച്ചിരിക്കുന്നത് ഹാൻഡിലിനായി ടഫും ഗ്ലാസും വുഡുമാണ്. ഈ വീടിന് അഡീഷണൽ ആയിട്ട് CCTV ക്യാമറ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ മോണിറ്ററാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. സ്റ്റെയർ കേസിന് താഴെയായി ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷനും കാണാം. ഇവിടെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് തന്നെയാണ്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ 1ാമത്തെ നിലയിലേക്ക് ചെല്ലാം. സ്റ്റെയർ കേസിന് നേരെ കാണുന്ന ഭിത്തിയിൽ വലിപ്പമാർന്നൊരു ക്ലോസ്ഡ് വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം ലഭിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ താഴെ നിന്ന് കണ്ട ലിവിംഗ് ഹോളിന്റെ ഒരു ഓപ്പൺ ഏരിയ. ഈ ഷാൻഡിയർ ലൈറ്റ് നമ്മൾ താഴെ നിന്ന് കണ്ടത് തന്നെയാണ്. ഇനി നമുക്ക് മുകളിലെ ഹോളിലേക്ക് വരാം. താഴെ കണ്ട ഡൈനിങ് ഹോളിന്റെ അതേ വലിപ്പത്തിൽ ലഭിക്കുന്ന ഒരു ഹോള് ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ഹോളിൽ അഡീഷണൽ ആയിട്ടൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വീടിന് 2 TV യൂണിറ്റാണ് ലഭ്യമാവുക. കൂടാതെ ഈ ഒരു ഹോളിൽ തന്നെയായി ഒരു സ്റ്റഡി യൂണിറ്റും കാണാൻ കഴിയും. ഈ ഒരു ഭാഗത്തായാണ് ആ ഒരു സ്റ്റഡി യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭിക്കുക. ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴെ കണ്ട ബെഡ്റൂമുകളുടെ സെയിം അളവിൽ തന്നെയാണ് മുകളിലെ നിലയിൽ ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. അതേ പാറ്റേണോട് കൂടിയിരുന്ന വിൻഡോയും സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളും എല്ലാം സെയിം മെത്തേഡിൽ തന്നെയാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 3 ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമും താഴെ കണ്ട ബെഡ്റൂമിന്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇതിനും വലിപ്പമാർന്ന വിൻഡോ എല്ലാം കാണാൻ കഴിയും. ഇതിനും കബോർഡ് വർക്കുകളും ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെയും നമുക്കുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. വിശാലമായ ബാത്റൂം തന്നെയാണ് ഈ ഭാഗത്തും. ഗ്ലാസ് പാർട്ടീഷനും ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. 5.400 സെന്റിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,05,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.